ഇന്നിപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് പേപ്പറുകളിലൊക്കെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇപ്പൊ ശശി തരൂർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. ഇപ്പൊ ഫിസിക്സ് വിദ്യാർത്ഥിയായ എന്നില് ചരിത്രത്തോടൊരു ഇഷ്ടം ഉണ്ടാക്കിയതിൽ തരൂർ എന്ന എഴുത്തുകാരന് വലിയ റോളുണ്ട്. ഇപ്പൊ നെഹ്റുവിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ അർത്ഥം മനസ്സിലാക്കാനും ഇപ്പം വൈ ആം എ ഹിന്ദു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ മതമൈത്രീനെ കുറിച്ച് പറയുന്ന നിറയെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാനൊക്കെ എൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും എക്സാമ്പിളുകൾ പോലും ശശി തരൂരിൽ നിന്ന് ഒരുപാട് കടമെടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം UN സെക്രട്ടറിയായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒരു ഇന്ത്യക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നിയ പല സാഹചര്യങ്ങളിലേക്കും അദ്ദേഹം എത്തിച്ചേരുന്നു. വളരെ അഭിമാനം ഉണ്ടാക്കിയ നിമിഷങ്ങൾ പഴയ കാലങ്ങളിൽ അദ്ദേഹത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. ഒന്ന് BJP എന്ന് പറയുന്ന, തീർച്ചയായിട്ടും അന്ന് വളരെ വലിയ ഇവോൾവിംഗ് പോസിബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു, അത്തരം ഒരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഐഡിയോളജിയുള്ള ആ വിഭാഗത്തേക്ക് ഞാൻ ആലോചിച്ചതേയില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷ സംഘടനകൾ ഇപ്പോ മാർക്കറ്റ് എക്കണോമി പോളിസിയിൽ വിശ്വസിക്കുന്ന, മൈൽഡായിട്ടുള്ള ക്യാപിറ്റലിസം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന, 100% സോഷ്യലിസം ഒരു രാഷ്ട്രീയപരമായ മണ്ടത്തരമാണ് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് CPM പോലത്തെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളോ യോജിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മാത്രമല്ല, വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ദേശീയ സമരങ്ങളോട് ആരാധന തോന്നിയ തനിക്ക് കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഇന്റർവ്യൂകളിൽ നിന്നുള്ള വർത്തമാനമാണ്. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തോട് വലിയ തരത്തിലുള്ള അനുഭാവമോ വലിയ തരത്തിലുള്ള ബഹുമാനമോ കാണിച്ചു. അദ്ദേഹത്തിന് തിരുവനന്തപുരം മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തു. വലിയ എതിർപ്പുകൾ പാർട്ടിക്കകത്തു നിന്ന്, ആഭ്യന്തര എതിർപ്പുകൾ പാർട്ടിക്കകത്തു നിന്നുണ്ടായി. സംസ്ഥാന തലത്തിലുള്ള പല നേതാക്കന്മാരും കൃത്യമായ നീരസം പ്രകടിപ്പിച്ചു. പക്ഷേ AICC അതിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി. പല നേതാക്കന്മാരെയും AICC നേരിട്ട് വിളിച്ചു ശശി തരൂരിനെ വിജയിപ്പിക്കേണ്ട, പ്രവർത്തനത്തിൽ ഇടപെടണമെന്ന് കർക്കശമായ നിർദ്ദേശം നൽകി. ശശി തരൂർ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ തന്നെയാണ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ തിരുവനന്തപുരത്തിൽ നിന്നും ആദ്യം വിജയിക്കുകയാണ്. പിന്നീട് അദ്ദേഹം അതേ സർക്കാരിലെ മന്ത്രിയാകുന്നത് നമ്മൾ കണ്ടു. കോൺഗ്രസ് എല്ലാ തരത്തിലും ശശി തരൂരിന് അർഹിക്കുന്നത് വളരെ നേരത്തെ തന്നെ കൊടുത്തു. തീർച്ചയായിട്ടും പറയണമല്ലോ, അദ്ദേഹം MP ആയി കഴിഞ്ഞതിന് ശേഷം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ അങ്ങേയറ്റം സ്തുത്യർഹമാണ്. ഉദാഹരണത്തിന് കോവിഡ് കാലത്ത് ഒരു വിശ്വപൗരൻ എന്ന് പറയുന്ന തന്റെ ഇമേജിനെ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നിസ്തർക്കമാണ്. ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്ത അത്രയും മഹത്തായ സേവനങ്ങൾ അദ്ദേഹം നടത്തി. ജനങ്ങൾക്കിടയിലേക്ക് നല്ല ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് സഹായിച്ചു. തുടർച്ചയായ 4ാം തവണയും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എനിക്ക് തരൂരിനെ വളരെയധികം ഇഷ്ടമുള്ള 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം നടത്തിയ ഒരു പത്ര പ്രസ്താവനയിൽ അല്ലെങ്കിൽ പത്രക്കാർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ദേശീയ സമരത്തിൽ CPM എന്ന് പറയുന്നത് ഒരു റോളും പ്ലേ ചെയ്തിട്ടില്ല എന്നും, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത CPM പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ഇടപെട്ട് പാർട്ടിയുടെ തന്നെ പ്രാഥമികമായ പല ചട്ടക്കൂടുകളെയും ലംഘിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശിക്കുന്നതും നമുക്ക് കാണാം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മിനിമൽ റോൾ, ലെഫ്റ്റ് മൂവ്മെന്റ് പ്ലേഡ് മിനിമൽ റോൾ ഇൻ നാഷണൽ മൂവ്മെന്റ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പത്രക്കാരോട് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ കാണാം. പിന്നീട് വേറൊരു കാര്യം എനിക്ക് വളരെ പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ തന്നെ അനുഭവങ്ങളിൽ നേരത്തെ അദ്ദേഹം BJP പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെറേഷൻ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സൃഷ്ടിക്കപ്പെടാറുണ്ട്.
അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ എത്ര വിഡ്ഢിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞു. എത്ര ചിന്തിക്കാതെയാണ് അത്തരം ആരോപണങ്ങൾ എന്നെ കുറിച്ച് ഉന്നയിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്ന് മനസ്സിലാക്കും. അവരെന്ത് ചെയ്യൂ, ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ആദ്യം ഒന്ന് വായിക്കും. ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ, അത് ഞാൻ എഴുതിയ ആശയങ്ങളിൽ എന്നെ മനസ്സിലാക്കിയ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഞാൻ BJP പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കൂട്ടുചേരും, അല്ലെങ്കിൽ RSSനോട് ഒത്തുചേർന്ന് പെരുമാറാൻ കഴിയും എന്ന്. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ചരിത്രകാരനാണ്. ചരിത്രത്തോട് അദ്ദേഹത്തിന് എന്തായാലും നീതി പുലർത്താതിരിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകത്തെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇത്രയും എഴുതിയ ഞാൻ എങ്ങനെയാണ് BJPയിൽ ചേരുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ആ വിചാരിക്കുന്നവൻ എത്രമാത്രം ബാലിശമായിട്ടാണ് ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് ഒന്നും അറിയാണ്ടല്ലേ അയാൾ ചിന്തിക്കുന്നത് എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. ഇപ്പോ ഏറ്റവും അവസാനം ഒരു വിവാദം വന്നിട്ടുള്ളത്, തരൂർ സാറ് ഏതോ ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. അത്തരമൊരു സാധനം കിട്ടിയപ്പോൾ തന്നെ പത്രങ്ങളെല്ലാം അത് വലിയ പരസ്യം കൊടുത്തു. രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മറ്റൊരു ഓപ്ഷൻ എന്താണ് എന്നുള്ളത് കൂടുതൽ ആലോചിച്ചു തുടങ്ങി. BJPക്കാർ ഇതാ ഇപ്പം ഞങ്ങളെടുത്ത് വരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാർ ഇതാ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങി എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ രഹസ്യമായ സ്ഥലങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എനിക്ക് എൻ്റെ സാഹിത്യത്തിലെ വാസനകളിലേക്കോ അല്ലെങ്കിൽ എൻ്റെ അധ്യാപക ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺ എന്നുള്ള രൂപത്തിലേക്കോ എൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ലോകരാഷ്ട്രീയങ്ങളിലെ പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ കഴിയുന്ന ഓപ്ഷൻസ് എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇങ്ങനെ എനിക്ക് തരൂർ സാറിനോട്, ഇത് തരൂർ സാർ കാണുമെന്നൊന്നും എനിക്കറിയില്ല, കാണാൻ സാധ്യതയൊക്കെ ഉണ്ട്. കാര്യം എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരാരെങ്കിലും ഫോളോ ചെയ്താൽ അദ്ദേഹം ഇത് കാണുമായിരിക്കാം. പക്ഷെ തരൂർ സാറിനോട് എനിക്ക് പറയാനുള്ളത്, സാറേ അത് അങ്ങ് ബുദ്ധിപൂർവം ഉപയോഗിച്ച ഒരു സമ്മർദ്ദ തന്ത്രമാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ അത്തരം സാഹചര്യങ്ങളിൽ വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. കാര്യം ഞങ്ങൾ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് CPM പോലത്തെ പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ സംസ്കാരശൂന്യമായ വർത്തമാനങ്ങളിലും ട്രോളുകളിലും ഞങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് വർഗീയ കക്ഷികളുടെ, അത് ഏത് വിഭാഗത്തിൽ നിന്നായാലും, ഹിന്ദുവിൽ നിന്നായാലും മുസ്ലിമിൽ നിന്നായാലും ഒക്കെ, ക്രിസ്ത്യാനികളിൽ നിന്നായാലും ഒക്കെ, ഇവരോടൊക്കെ ചരിത്രം സംസാരിക്കാനും ഇവരോടൊക്കെ രാഷ്ട്രീയത്തിന്റെ സംസ്കാരം പറഞ്ഞു പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരാനും അത്തരത്തിലുള്ള സുതാര്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മാത്രമേ നമുക്ക് കഴിയൂ. മറ്റവരൊക്കെ എന്താ പറയുക, ഒരു ലഹരി പിടിപ്പിക്കുന്ന, മത്ത് പിടിപ്പിക്കുന്ന അക്രമ സ്വഭാവവും വർഗീയ ബോധവും ഒക്കെ കൊണ്ട് രാഷ്ട്രീയം നടത്തുന്നവരാണ്. അവരിടയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള, മതേതര ഭരണഘടനാപരമായിട്ടുള്ള സത്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയം നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഐക്കോണിക് ആയിട്ടുള്ള നേതാക്കന്മാരുടെ പരാമർശങ്ങൾ ഞങ്ങൾക്ക് പ്രതിരോധം ഉയർത്തുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് സാർ. ഇത് ശശി തരൂർ സാറിനോട് മാത്രമല്ല, തൽക്കാലത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്ന എല്ലാ നേതാക്കന്മാരോടും കൈകൂപ്പിയുള്ള ഒരു അപേക്ഷയാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ അധികം വെല്ലുവിളികളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓരോരുത്തരുടെയും സംരക്ഷണം ഉറപ്പിക്കലല്ല ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും അധികാര സ്ഥാനത്തിന്റെ ഉറപ്പുണ്ടാക്കലല്ല ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെ രാജ്യത്ത് ശക്തമായി നിലനിർത്താനും വളർത്താനുമുള്ള അങ്ങേയറ്റത്തെ കമ്മിറ്റഡ് ആയിട്ടുള്ള ജോലിയാണ്. ഇപ്പൊ ഭാരത് ജോഡോ യാത്രയിൽ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം നമ്മളെ എല്ലാം കൂടെ കൂട്ടി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നു നീങ്ങാൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടിരുന്നു. അത്രയധികം വേഗത്തിൽ നടന്നു നീങ്ങുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപക്ഷെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള എന്തോ തരത്തിലുള്ള വല്ലാത്തൊരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കണം. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പരിണാമത്തെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ദളിതന് വേണ്ടിയും പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയും സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസ് അവരോടൊരു കാലത്ത് ചെയ്തത് ശരിയായില്ല എന്ന് കുറ്റസമ്മതം നടത്താൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട ഒരു ജനതയെ അതേ ഹിന്ദു തീവ്രവാദികൾ മറ്റൊരു മനുസ്മൃതിയിലേക്ക് നടന്നു നീങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഭരണഘടനാപരമായി നേരിടാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല. അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശക്തമായ പിന്തുണ കൊടുക്കേണ്ട സമയമാണിത്. അത് വലിയ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ അധികം പേരാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഗുജറാത്തിൽ നടന്നിട്ടുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1900 ചിലാനം സീറ്റുകളിൽ 1600 ചിലാനം സീറ്റുകൾ കോൺഗ്രസ് ആണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ റൂട്ട് ലെവലിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ആക്ടിവിസ്റ്റുകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ കണ്ടെത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാണത്തിലാണ്. അപ്പോ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തില്, ഇന്ത്യ മുഴുവനും കോൺഗ്രസ് ശക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്തില് പരസ്പരമുള്ള ഐക്യത്തോടെയും പാർട്ടിയെ ഇനി വരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിജയിപ്പിക്കുന്നതിലൂടെയും മാത്രമേ നമുക്ക് ഇന്ത്യയിലുടനീളം കോൺഗ്രസിന്റെ ശക്തി വിളിച്ചോതാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നിൽ വെച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഇനി പത്രമാധ്യമങ്ങൾക്ക് നമ്മളെ കടിച്ചു കീറാനുള്ള ഒരു വഴിയായി ഇട്ടുകൊടുക്കരുത് എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.